നമസ്കാരം, നന്ദകുമാറാണ്. ടിപ്സ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ തന്നെ കണ്ടു തീർത്തതുപോലുള്ള ഒരു പവർ പോയിന്റ്, ഒരു സ്ലൈഡ് എഫക്റ്റ് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു ടൈം ലൈനൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പുഷ് എഫക്റ്റോട് കൂടെ ഒരു കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യിക്കുന്ന തരത്തിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ലൈഡ് എങ്ങനെയാണ് തയ്യാറാക്കുക, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ലൈഡ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. പതിവ് പോലെ നാം പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുന്നു. ശേഷം നമ്മൾ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് ഈ ടൈറ്റിലും അതുപോലെ തന്നെ സബ് ടൈറ്റിലും ആവശ്യമില്ല, അതുകൊണ്ടത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ശേഷം നമ്മൾ ചെയ്യുന്നത് ഇതിലൊരു ഷേപ്പ് വരയ്ക്കുകയാണ്. അതിലേക്കായിട്ട് ആദ്യം നാം വരയ്ക്കുന്നത് ഒരു റൗണ്ട് ഷേപ്പാണ്. നമ്മൾ ഷിഫ്റ്റ് അമർത്തിപ്പിടിച്ചതിന് ശേഷം ഒരു റൗണ്ട് വരയ്ക്കുന്നു. ഇത്രയുമാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. ഇതൊന്ന് നമുക്ക് സെൻറ്റർ അലൈൻ ചെയ്യണം. ശേഷം നമുക്ക് ഇതൊന്ന് ഡിസൈൻ ചെയ്യണം. നമുക്ക് ആദ്യം ഇതിൻ്റെ കളറ് ഒന്ന് മാറ്റുക. ഈ കളർ വെച്ചു. ശേഷം ഇതിൻ്റെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറ് വൈറ്റ് ആയിട്ട് തന്നെ വയ്ക്കാം. അതുപോലെ ഇതിൻ്റെ ഔട്ട്ലൈൻ റെഡായിട്ടും അതിൻ്റെ വെയിറ്റ് നമുക്ക് കുറച്ച് കൂട്ടി 3 സെറ്റ് ചെയ്യാം. നമുക്കിതൊന്നുകൂടെ കോപ്പി ചെയ്തതിന് ശേഷം കൺട്രോൾ ഡിയിൽ നമുക്കിത് കോപ്പി ചെയ്യാവുന്നതാണ്. നമുക്ക് 3.1 ആണ് ഇതിൻ്റെ ഡയമെൻഷൻ കിടക്കുന്നത്. നമുക്കത് അല്പം ഒന്ന് കുറച്ച് വയ്ക്കാം. 2.8 ആയിട്ട് വയ്ക്കാം. ഇത് രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം അറേഞ്ച് എന്നുള്ളതിൽ അലൈൻ സെൻറ്റർ, അലൈൻ മിഡിൽ എന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ അത് അതിനുള്ളിലേക്ക് അലൈനായി. ഇനി ഉള്ളിലെ ആ സർക്കിൾ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഷേപ്പ് ഫോർമാറ്റിൽ ഷേപ്പ് ഫില്ല് നമുക്ക് യെല്ലോ ആയും അതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് നണ്ണായും വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സർക്കിള് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് രണ്ടും സെലക്ട് ചെയ്ത് കൺട്രോൾ ജിയിൽ അത് ഗ്രൂപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ശേഷം നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഷേപ്പ് ഫോർമാറ്റ് എടുക്കുന്നു. ഒരു ലൈൻ ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു ലൈൻ വരയ്ക്കുകയാണ്. നമ്മളത് സ്ലൈഡ് ഫുള്ളായിട്ട് വരച്ചു. ഈ ലൈനിൻ്റെ കളർ നമുക്ക് റെഡായിട്ട് വെക്കണം. കാരണം നമ്മളിതിൻ്റെ ഈ സർക്കിളിൻ്റെ ഔട്ടർ നമ്മൾ റെഡായിട്ടാണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് നമ്മൾ 3 പോയിൻ്റ് ആയിരുന്നു. നമുക്കിവിടെയും 3 പോയിൻ്റായിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലൂടെ ഒരെണ്ണം കൂടെ ആയി. ഇനി നമുക്ക് ഇത് ഒരിക്കൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടേക്ക് കോപ്പി ചെയ്യാം. ഇപ്പം 3 എണ്ണമായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ടെക്സ്റ്റ് ആഡ് ചെയ്യലാണ്. ആദ്യം നമുക്ക് ഇതിൻ്റെ നടുക്കിലേക്ക് 1 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ABCD ഒക്കെ ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്യാം. ഇത് സെൻറ്ററിൽ വയ്ക്കുന്നു. ശേഷം ഫോണ്ട് നമ്മൾ മോണ്ട് സെലക്ട് ഡിസൈൻ ചെയ്യുന്നു. വലിപ്പമൊക്കെ നമുക്ക് കൂട്ടി വയ്ക്കാം. നമുക്ക് സെലക്ട് ചെയ്ത് 50 സെറ്റ് ചെയ്യാം.
ഷേപ്പ് അതായി. നമുക്ക് ഇത് തന്നെ ഒന്ന് കോപ്പി ചെയ്ത് ഇത് നമുക്ക് ബി ആയും ഇത് നമുക്ക് സി ആയും സെറ്റ് ചെയ്യാം. ഇനി അല്പം ടെക്സ്റ്റുകൾ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിലേക്കായി നമ്മൾ ഇവിടെ ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യുന്നു. യുവർ ടൈറ്റിൽ ഹിയർ. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ടൈറ്റിൽ ആഡ് ചെയ്യേണ്ടത്. അത് നമ്മൾ സെൻറ്ററിൽ അലൈൻ ചെയ്യുന്നു. ഫോണ്ട് ആസ് യൂഷ്വൽ മോണ്ട് സെററ്റായിട്ട് വയ്ക്കുന്നു. ശരി, ഇതായി. നമുക്കിതൊന്ന് കൺട്രോൾ ഡിയിൽ കോപ്പി പേസ്റ്റ് ചെയ്താൽ നമുക്ക് താഴെ ഒരല്പം കൂടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഫോണ്ട് സൈസ് നമുക്ക് ഇത്ര ആവശ്യമില്ല, അതുകൊണ്ട് അത് കുറയ്ക്കാം. നമുക്ക് ഇതൊന്ന് വലുപ്പമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ശരി, ഇത്രയുമായി. ഇനി നമുക്ക് ഇത് രണ്ടും സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാം. കൺട്രോൾ ജിയിൽ നമ്മളത് ഗ്രൂപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നും ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. ശേഷം നമ്മളിത് സെലക്ട് ചെയ്യുന്നു, ഇതിൽ വയ്ക്കുന്നു. ഇവിടെയും നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്തു. ഇവ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്തു. ഇനി ചെയ്യുന്നത് നമ്മൾ വീണ്ടും ഒരു സ്ലൈഡ് കൂടെ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. നമ്മൾ രണ്ടാമത്തെ ഒരു സ്ലൈഡ് കൂടെ ഇട്ടു. ശേഷം നമ്മൾ ചെയ്യുന്നത് ഈ ലൈൻ നമുക്ക് തെറ്റാതെ ഒന്ന് ഇങ്ങോട്ട് അലൈൻ ചെയ്യാം. ശരി, ഇനി നമുക്ക് സി എന്നുള്ളത് ഡി ആക്കാം. ഇത് ഇത്രയുമായി. ഇനി നമുക്ക് ഇവിടെ ട്രാൻസിഷനിൽ വന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പുഷ് എഫക്റ്റ് കൊടുക്കുകയാണ്. ആ പുഷ് എഫക്റ്റിൽ എഫക്റ്റ് ഓപ്ഷൻ എന്നുള്ളതിൽ നമ്മൾ ഫ്രം റൈറ്റ് കൊടുക്കാം. നമുക്കതിൻ്റെ സ്പീഡും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 1.75 വയ്ക്കാം. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു. നമുക്ക് ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ലൈനായിട്ട് നമുക്കൊരു ടൈം ലൈൻ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഉപയോഗപ്പെടും. നമുക്കിവിടെ ഒന്ന് ഒരല്പം കൂടെ ഭംഗിയിലേക്ക് വേണ്ടി നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സ് താഴേക്ക് ആഡ് ചെയ്യാം. ഒന്ന് മുകളിൽ, ഒന്ന് താഴെ, ഒന്ന് മുകളിൽ. ആ ക്രമത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വരേണ്ടത് താഴെയാണ്. നമുക്കിത് താഴേക്ക് ആഡ് ചെയ്യാം. ഇത് മുകളിൽ, ഇത് താഴെ. ഈ രീതിയിൽ നമ്മൾ ആഡ് ചെയ്യും. ഇനി നമ്മൾക്കൊന്നും കൂടെ പ്ലേ ചെയ്ത് നോക്കാം. ഈ വിധത്തിൽ നമുക്ക് ഒരു ടൈം ലൈൻ ആഡ് ചെയ്യുന്നതിന് സാധിക്കും.
ഇവിടെ നമുക്ക് ഒരു ടൈറ്റിൽ സ്ലൈഡ് കൂടെ കൊടുക്കാം. ന്യൂ സ്ലൈഡ് വെച്ചതിന് ശേഷം timeline push effect. സെൻറ്ററിൽ അലൈൻ ചെയ്യുകയാണ്. മിഡിലിലേക്കും കൂടെ അലൈൻ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ സൈസ് ഒന്നുകൂടെ വർദ്ധിപ്പിക്കുകയും ആവാം. ശേഷം നമ്മൾ സെൻറ്ററിൽ അലൈൻ ചെയ്തു. നമുക്കിതിൻ്റെ ടെക്സ്റ്റ് കളർ ഒന്ന് മാറ്റേണ്ടതുണ്ട്. ടെക്സ്റ്റ് കളർ മാറ്റി അതിലേക്ക് നമ്മളൊരു എഫക്റ്റ് കൂടെ ആഡ് ചെയ്യുകയാണ്. ഷേഡോ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ചെയ്യാവുന്നതാണ്. ശരി, ഇത്രയും നമ്മൾ കൊടുത്തു. ലാസ്റ്റിലേക്ക് നമുക്ക് ഒരു സ്ലൈഡ് കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് ഇവിടെ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാം. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ടൈംലൈൻ പുഷ് എഫക്റ്റ്. ഇതാണ് നമ്മുടെ സ്ലൈഡ്. ഇവിടെ നമ്മുടെ ഡാറ്റാസ് കൊടുക്കുന്നു. ശേഷം നമുക്ക് ഈ വിധത്തിൽ ആഡ് ചെയ്യാം. ഇതിന് എത്ര സ്ലൈഡുകൾ വേണമെങ്കിലും നമ്മുടെ ഡാറ്റയുടെ സോഴ്സ് അനുസരിച്ച്, നമ്മുടെ ഡാറ്റയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പുഷ് എഫക്റ്റോട് കൂടെ ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുക എന്ന് ഏതാണ്ട് ഒരു ധാരണ കിട്ടിക്കാണും എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദകുമാർ, ടിപ്സ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സ്.